ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ദേ ഞങ്ങള് ചായയൊക്കെ കുടിച്ചു. ദേ സുൽക്കുട്ടന്റെ കൂടെ ദേ പന്ത് ബോള് കളിക്കാൻ പോവാ. ദേ ബോള് ഇപ്പൊ എടുക്കാൻ കണ്ട, ദേ അവൻ കണ്ടു. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് നോക്കി ബോള് എടുക്കാൻ കണ്ട. ബോള് കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ബോള് കളിയാണ്. ഇപ്പൊ രാവിലെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്നും കരച്ചിലാണ് കേട്ടോ. അപ്പൊ ദേ എടുക്കാനായിട്ട് സുഡു ദേ അമ്മയുടെ അമ്മ പിടിച്ചു ബോള് പറ്റി പറിച്ചെടുത്തോ. കളിക്കേണ്ടതാ എന്നിട്ട് അങ്ങോട്ട് ഇടാനല്ലേ? എന്നിട്ട് അമ്മ എടുത്തോണ്ട് വരണ ഓടിപ്പോയി. അമ്മ എടുത്തോണ്ട് വരണ്ട. എന്നിട്ട് ഇടുന്നത് എവിടിക്കുക? ബോൾ ഇടുന്നത് എവിടിക്കുക? അങ്ങോട്ട്. അയ്യോ എന്റെ മുഖം പോയി. അയ്യോ എന്റെ മുഖം കണ്ട. ബോള് ഇടാനാണ്. അയ്യോ ഇടുന്ന വേണ്ട. ബോളിട്ടു. അങ്ങോട്ട് തിരിഞ്ഞിടാ. അങ്ങോട്ട് തിരിഞ്ഞിട. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഓടണ്ട. ഇങ്ങോട്ടോ ഇങ്ങനെ വരും എന്നാ. അപ്പൊ അതേ കണ്ട. അവിടെ ഭയങ്കര കളിയാണ് കണ്ട. അല്ലെങ്കിൽ ബോളെടുത്ത് നേരെ എടുത്തു കൊടുക്കാനായിട്ട് നമ്മൾക്ക് അവൻ എവിടേക്കാ ഇടുന്നതനുസരിച്ചിട്ട് ഓടേണ്ടി വരും. അപ്പൊ അതേ കണ്ട. അപ്പൊ അവനെ എന്നാ ബോളെടുത്ത് കളിച്ചോട്ടാ. അവ ഇരിക്കില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ബോളിട്ട് കളിക്കാൻ കൊടുത്തത്. വീഡിയോ എടുക്കുമ്പോ ഇരിക്കാനായിട്ട് കുറച്ച് വാശിയുണ്ട്. അതാണ് ഇപ്പൊ വീഡിയോസിലൊന്നും കാണാത്തട്ടെ. എന്തെങ്കിലും ചെയ്യാനായിട്ട് അവന് ഭയങ്കര മടിയാ. ഇത് കളിക്കണം, അല്ലെങ്കിൽ ചെണ്ട കുട്ടി കൊടുക്കണം. ഇതിന്റെയാണ് സുഡുവിന് ഭയങ്കര വീക്ക്നെസ്. ഈ ബോള് ഇപ്പൊ അത് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോ ഇത് എടുക്കാൻ വരൂട്ടാ. ഇപ്പൊ എന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായി. ഇതാണ് അന്ന തട്ടിപ്പറച്ച് എന്റെ കൈ വരില്ലൊക്കെ കളയില്ല ഈ ചെക്കൻ. ഈ ചെക്കന് കൂർപ്പാണല്ലോ. ബോള് കൊടുത്ത് ബോള് തരട്ടെ. ബോള് കൊടുക്കട്ടെ. ബോള് കൊടുക്കണ്ട്. അവിടെ ഇരുന്ന് കളിച്ച ബോള് കൊടുക്കണ്ട് കണ്ട. അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ എറിയാനാണ് കണ്ട. അപ്പൊ സുഡുവിന്റെ തല ഒന്ന് സലികുമാർ കണ്ടിന്റെ തലേമ്മ കൊള്ളില്ലേ തെങ്കാശി പട്ടണത്തിൽ? അതേപോലെ ഉണ്ട് അല്ലേ? തിരിച്ചു വന്നടിക്കും ബോള്. വർത്താനം പറയാൻ പറ്റുമെന്ന് അറിയില്ല കണ്ട. ഇവിടെ ബോൾ ഇട്ട് കൊടുക്കാനും വിളിക്കാനൊക്കെ നിൽക്കാണ്. അപ്പൊ നമുക്ക് വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വീട് പണി വീണ്ടും തട്ടൊക്കെ പൊളിച്ചു. മുകളിലേക്കുള്ള കോണി റൂം പണി തുടങ്ങിട്ടാ. ഇവിടെ ഇരുത്തുമ്പോ നമുക്ക് സേഫ് അല്ലെന്ന് വെച്ചിട്ടാ ഞാൻ ഇവിടെ ഇരുത്തുന്നത്. താഴെയാകുമ്പോ അവന് പെട്ടെന്ന് അടിച്ചു വീഴും. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് ഇപ്പൊ ഇവനിങ്ങനെ നേരെ കൂടെ ഇങ്ങനെ മുട്ടിനെ കിണറ്റിക്കുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ്. പെട്ടെന്ന് അങ്ങനെ അടിച്ച് വീഴുവോ. അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ കിടക്കയിൽ എടുക്കുന്നത്. അതാകുമ്പോ നമ്മള് ഇവിടെ ഇരുന്നാ മതില്ല. കണ്ടപ്പോ അതേ അവിടെ ഇരുന്ന് കളിക്കാണ്. ബോള് കളിക്കാണ് കേട്ടാ. ഭയങ്കര ബോള് കളിയാണ്. ഇപ്പൊ പായയില് ഞാൻ ഇരുത്താന്ന് വേറെ ഒന്നല്ല. ബോളിന്റെ പിന്നാലെ ഞാൻ എപ്പോഴും ഓടി 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 പോയി എടുക്കണം. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല വീഡിയോസില്. അപ്പൊ നേരെ അതൊക്കെ കട്ടാക്കണ്ടേത് നേരെ. ഇതാകുമ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ചിരുത്തിയേക്കാണ് കേട്ടോ. അപ്പൊ ബോള് നേരിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ വന്നോളില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ കിടക്കയിൽ തന്നെ ഇരുന്ന് കളിപ്പിക്കണത്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കും സുഖം. ഇത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ബോള് ഓടി പോയിട്ട് ഇവിടെ എന്തായിരുന്നു കളി. ഇപ്പൊ ദേ കിടന്നുറങ്ങി. ചോറൊക്കെ പാലും വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത്. കളി കളിച്ച് വയ്യാണ്ടായി കഴിഞ്ഞാൽ കിടന്നുറങ്ങും കേട്ടോ. മരുന്ന് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മരുന്നിന്റെ ചെറിയൊരു സെഡേഷനുണ്ട്. അപ്പൊ അങ്ങനെ ദേ കിടന്നുറങ്ങി. ഇനിയിപ്പോ 2-3 മണിക്കൂർ നേരം എന്തായാലും കിടന്നുറങ്ങും കേട്ടാ. അപ്പൊ ഈ സമയമാണ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണത്. അപ്പൊ ഇനിയിപ്പോ അവനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ലൈറ്റ് ഇട്ടിട്ട്. അപ്പൊ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. എന്തായാലും നൈറ്റൊക്കെ വളരെ ഉറക്കം കുറവാണ്. അപ്പൊ ഈ ഉച്ചയ്ക്കിപ്പോ കിടന്നുറങ്ങുമ്പോ 2-3 മണിക്കൂർ എന്തായാലും കിടന്നുറങ്ങും കേട്ടാ. പിന്നിപ്പോ എന്തെങ്കിലും സൗണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കാറുണ്ട്. ഇനിയിപ്പോ അവനെ കൂടുതൽ ഞാൻ ഡിസ്റ്റർബൻസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു.